ഹായ് ഗായ്സ്, ഞാനിന്ന് വന്നേക്കുന്ന ഒരു ചെറിയ കുട്ടി ഒരു വ്ളോഗുമായിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. എനിക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് തിരിച്ച് പോകുന്ന വഴി, റിട്ടേൺ പോകുന്ന വഴി നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ വർക്കല ക്ലിഫിലൂടെ ഒന്ന് കയറിയിട്ടൊക്കെ പോവാന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി. നമ്മൾ രാവിലെ ഇറങ്ങിയത്. അപ്പോൾ തിരിച്ച് റിട്ടേൺ പോകുന്ന വഴി നമ്മൾ ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് കയറിയത്. ബീച്ച് വ്യൂ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ കയറിയേക്കാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് വരും. ഫുഡ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റിൽ ഏത് റെസ്റ്റോറന്റ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗായ്സ്, വർക്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാടെന്നല്ല, ഐ തിങ്ക് ഇവിടെ പാരഗ്ലൈഡിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പോകാൻ പറ്റുവാണെങ്കിൽ നമ്മളവിടെ പോവാണെങ്കിൽ ക്ലിപ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഗായ്സ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രിങ്ക് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് പറയാം. കൊള്ളാം, നിങ്ങളും ട്രൈ ചെയ്തതിൻ്റെ പേരറിയത്തില്ല ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. പുറത്തേക്കല്ല, ബീച്ചിലേക്ക് അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ബാക്കി ക്ലിപ്സ് നമ്മൾ അപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് റെസ്റ്റോറന്റ്. ഈ ക്ലിപ്സ് ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ഫുഡാണ്. ഓക്കെയാണ്, നൈസാണ്. ഇവിടെ സ്പോട്ടും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാം. നൈസാണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, സെറ്റ്. അപ്പൊ ഗായ്സ്, നമ്മളുടെ മണ്ടയ്ക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങി ബീച്ച് സൈഡിലേക്ക് ഇറങ്ങി ഇപ്പം ഇങ്ങോട്ട് നടക്കുകയാണ്. കൊള്ളാം. ഇന്നത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇന്ന് വലിയ ചൂടില്ല, ഒരു ചെറിയ മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്, കുഴപ്പമില്ല. ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നൈസായിരിക്കും. ഗായ്സ്, നമ്മളിപ്പോ നടന്ന് വയ്യ. എനിക്കും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ടാണ് നടക്കാനൊന്നും വയ്യ. അങ്ങ് ഇരിക്കാനുള്ള ഒരു മൈൻഡ്. ഇതാണെങ്കിൽ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ നൈസായിട്ടൊക്കെ കാറ്റുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാലോ എന്ന് വിചാരിക്കുവോ, പക്ഷെ നടക്കാൻ വയ്യ. 2 ചെയർ ഇവിടെ കിടപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ഗാർഡിന്റെ ആണെന്ന് തോന്നുന്നു. ഇരിക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഗായ്സ്, നമ്മളിവിടെ നടന്നപ്പോഴാണ് ബീച്ചിൽ മറ്റേ വീടൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേരുടെ ഒരു സാധനം കണ്ട്. ബീച്ച് സെറ്റാന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് മേടിച്ച് നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കും. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീട് പണിയാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പണി സാധനങ്ങളെല്ലാം റെഡിയാണ് രാജാവേ. ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണി സാധനങ്ങളാ രാജാവേ. ഗായ്സ്, വീടിന്റെ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ ഏകദേശം കഴിയാറായി. നമ്മൾ വാതിലൊന്നും വെച്ചില്ല. വാതിലായിരുന്നു ആദ്യം വെക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ ആചാരപ്രകാരം നമ്മള് വാതിൽ വെച്ചില്ല. ഗായ്സ്, നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ കഷ്ടപ്പെട്ട് പണിഞ്ഞ് ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട് വീട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം ഗായ്സ്.
ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ വീട് പണിയാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കല ബീച്ച് അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടുന്ന് ബീച്ച് സെറ്റൊക്കെ കിട്ടി, ഈ ഒരു സെറ്റൊക്കെ കിട്ടി നിങ്ങൾക്ക് നൈസായിട്ട് ഇവിടെ ഒരു വീടൊക്കെ പണിത് ഇവിടെ വൈബ് ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരണം ഗൈസ്. നൈസാണ് ഗൈസ്. അപ്പൊ ഗൈസ്, വീട് പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളങ്ങോട്ട് തെറിക്കുകയാണ് ഗൈസ്. ഇപ്പൊ സന്ധ്യ ഒരു 6 മണി 6:15 ആയി. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് വീട്ടിലെത്താൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ഇവിടെ വന്ന ഒരു നൈസ് ഒരു ചില്ലൗട്ട് ആയിരുന്നു. ജസ്റ്റ് നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു, നൈസായിട്ട് ബീച്ചിൽ വന്നു, ചെറിയൊരു വീട് പണിഞ്ഞു. അപ്പം നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു റിലാക്സിങ് ഒക്കെ കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും ഗൈസ്. മൈൻഡിനൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നൈസാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്യുക. നൈസാണ് ഗൈസ്. ഇവിടെ വന്ന് നിങ്ങളും വീഡിയോ ഒക്കെ ഗൈസ്. അപ്പൊ ഗൈസ് പോവാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് പിന്നെയും കാണാം. ബൈ.